നമസ്കാരം. വേടനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എനിക്കും വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷേ വേടൻ ചെയ്യുന്ന ചില പ്രവൃത്തികളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രസ്താവനയെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വേടൻ ഈ അടുത്ത് കഞ്ചാവ് കേസിൽ പ്രതിയാവുകയും പിന്നീട് വേടന് ഒരുപാട് സപ്പോർട്ടായിട്ട് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മീഡിയാസും ജനങ്ങളും വരുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം നല്ല കാര്യം തന്നെ. വേടൻ ചെയ്ത കാര്യത്തെ തെറ്റിനെ മറച്ചുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. പക്ഷേ വേടനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരാളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ താഴ്ത്തിക്കൊണ്ട് വേടനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ MG ശ്രീകുമാറിനെതിരെയാണ് സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേടനെ അറിയില്ല, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. കേരളത്തിൽ പാട്ട് പാടാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ലഹരി എന്ന് പറയുന്നത് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നത് തന്നെയാണ് എന്ന് MG ശ്രീകുമാർ എടുത്തു പറയുകയും സംഗീതം മാത്രമാണ് എൻ്റെ ലഹരി എന്ന് പറയുകയും ചെയ്തു. ഇത് 24 ന്യൂസിൽ ശ്രീകുമാറിനെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ച ഒരു ബൈറ്റിനുള്ള ഉത്തരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ലഹരി എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കില്ല, എനിക്ക് വേടനെ അറിയില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞതിന്റെ പേരിലാണ് MG ശ്രീകുമാറിനെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളുടെ പ്ലാനിങ് ഓപ്പറേഷൻ എന്ന പോലെയാണ് സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ വേടൻ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.